ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. നമ്മൾ കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന്. ഇതാണ് പ്രശ്നം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ഇട്ടിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എനിക്കൊരു കോച്ചിങ് എടുക്കണം, ഓൺലൈൻ കോച്ചിങ് എടുക്കണം. അത് ഏതാ നല്ലൊരു കോച്ചിങ് പ്ലാറ്റ്ഫോം നിങ്ങളെ കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിന് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ താങ്ക് യു പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞത് ഫൈലം എൻട്രി, അതുപോലെ ഒക്കാസ്പീഡിയ, ഫാൽക്കൺ അക്കാദമി അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏതാ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ. അപ്പോൾ കോച്ചിങ് ഞാൻ എടുത്തു. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം ഞാൻ മെയിനായിട്ട് നോക്കിയിട്ട് ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നിപ്പോ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ്, വി എഫ് എ, എൽ ഡി സി അങ്ങനെ കുറച്ച് അതുപോലെ ബെക്കോ എൽ ഡി അതാണ് ഉദ്ദേശിച്ച്. അപ്പൊ അതൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ടോട്ടലി ഒന്ന് നമ്മുടെ ഇപ്പം എന്താ പറയാ, ഒരുപാട് പേര് ഇപ്പൊ ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുക്കുന്ന സമയത്ത് ചോദിച്ചു എന്താണ് വീട്ടിൽ നിന്ന് പഠിച്ചാൽ പഠിക്കില്ലേ. പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ തീരുമാനിച്ചത്. കാരണം മടിയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ അതുപോലെ എന്താ പറയാ, നമുക്ക് തോന്നിയ പോലെ പഠിക്കേണ്ടി വരികയാണ്. ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് പഠിക്കും, പിന്നെ അത് അവിടെ എടുത്ത് വെക്കും, പിന്നെ വേറൊന്ന് പഠിക്കും, പിന്നെ എനിക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ട് അതിന്റെ പഠിക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ആയിട്ട് പോണോണ്ടാണ് എനിക്കൊരു മെയിൻ ആയിട്ടൊരു മെന്റർഷിപ്പോട് കൂടി പഠിക്കണം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുത്തത്. ഓക്കെ. അപ്പോ ഇനി മുന്നോട്ടുള്ള ഒരു ഒറ്റ ലക്ഷ്യം എന്ന് വെച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്, കമ്പനി ബോർഡ് എൽ ജി എസ് നേടിയിരിക്കും എന്നുള്ളൊരു വാശിയോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ഓൺലൈൻ കോച്ചിങ് എടുത്തതും കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതും. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നാം തീയതി തൊട്ടിട്ട് ടൈം ടേബിൾ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ മൂന്നാം തീയതി തൊട്ട് ഇട്ട് തുടങ്ങിയത്. പിന്നെ അതിന്റെ ഇടയിൽ ഓണം അങ്ങനെ കുറച്ച് വെക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ 3 ദിവസമേ ആയിട്ടുള്ളൂ ടൈം ടേബിൾ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഡേ വണ്ണിലെ ടൈം ടേബിൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഡേ വണ്ണിലെ ടൈം ടേബിളിൽ 3 ടോപ്പിക്കിനത് തന്നിട്ടുണ്ടായിരുന്നു. ഭരണഘടന, പിന്നെ അതുപോലെ മാത്സിന് ഒരു ടോപ്പിക്ക്, എക്സ്ട്രാ ഒരു ടോപ്പിക്ക്, 3 ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അത് ഫസ്റ്റ് ദിവസം തന്നെ ഈ 3 തരണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ദിവസം അതേ ടൈം ടേബിൾ വെച്ചത്. ഓക്കെ. അപ്പോൾ ഈ ടൈം ടേബിളിൽ ഇനി ഞാൻ മാറ്റം വരുത്തിയിട്ട് ഒന്നല്ലെങ്കിൽ ഡെയിലി രണ്ട് രണ്ട് ടോപ്പിക്, ഒന്നല്ലെങ്കിൽ മാത്സും ഒരു ജി കെയും, അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്സ് മാത്രമായിരിക്കും. ടഫുള്ള മാത്സ് ആണെങ്കിൽ അത് മാത്സ് മാത്രമായിരിക്കും അന്നത്തെ ദിവസം എക്സ്ട്രാ. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പോയിന്റ്, നമുക്ക് മലയാളം ഇംഗ്ലീഷും ഇല്ല കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസിന്. മലയാളം ഇംഗ്ലീഷും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മലയാളം ഇംഗ്ലീഷും ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒപ്പം നോക്കണം. ഞാൻ ടൈം ടേബിളിൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരില്ല മലയാളം ഇംഗ്ലീഷും. കാരണം നമുക്ക് സിലബസിൽ നമുക്കത് പഠിക്കാനില്ല. അപ്പൊ സിലബസ് മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ മലയാളം ഇംഗ്ലീഷ് ഇടുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പക്ഷെ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ മലയാളം ഇംഗ്ലീഷിന് മാറ്റി വെക്കണം. കാരണം ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, രാത്രിയാണെന്ന് വെച്ചാൽ, രാവിലെ ആണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു അരമണിക്കൂർ മാത്രം മതി. ഒരു 15 മിനിറ്റ് മലയാളം, 15 മിനിറ്റ് ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ മാറ്റി വെക്കുക. ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ടൈം ടേബിൾ ഇടുന്നത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ടൈം ടേബിൾ ഇടാൻ കാരണം, ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുത്തു, അതേ ടോപ്പിക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഇപ്പൊ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 15-ാം തീയതി വിട്ടിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് കോച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് അറിയുന്നുണ്ടാവും. ഓക്കെ. അറിയുന്നൊരു കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ ഇന്ന് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇനി നമുക്ക് കുറച്ച് ദിവസം ഞാൻ ഡെമോ ആയിട്ടാണ് ടൈം ടേബിൾ ഇടുന്നത്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ട് തരുന്നത്. ഇനി എന്താ പറയുക, 15-ാം തീയതിക്ക് ശേഷം 15-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ 15-ാം തീയതിക്ക് ശേഷം 16-ാം തീയതി ഞാൻ 15-ാം തീയതി എന്താണ് പഠിച്ചത് അതായിരിക്കും നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ ടൈം ടേബിൾ. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അതിന്റെ നോട്ടൊക്കെ കിട്ടി, അതായിരിക്കും നിങ്ങൾക്ക് നാളെ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് അതേ ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. എന്താ പറയാ, സാമ്പത്തികമായിട്ട് കുറച്ച് പേര് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ചിട്ട് പഠിച്ചു പോവാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്താണോ പഠിക്കണത് അതായിരിക്കും നിങ്ങൾക്ക് നാളെ പഠിക്കാൻ.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 15-ാം തീയതി ശേഷം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ അതിന്റെ നോട്ട്, സ്റ്റഡി നോട്ട്, എനിക്ക് കിട്ടുന്ന അതേ നോട്ട് ഞാൻ എന്ത് ചെയ്യുക, എന്റെ ഒരു ഇതിൽ എഴുതിയിട്ട്, എല്ലാന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റിയില്ല, എനിക്ക് തോന്നുന്നു PDF ആക്കിയിട്ട് അവർ തരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് എന്താ ടെലിഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പൊ ജോയിൻ ചെയ്താലാണ് നോട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ കട്ടിങ് മാത്രമാണ് ഇടുന്നത്. പിന്നെ ടൈം ടേബിളും PDF സ്റ്റഡി നോട്ടും ഒക്കെ ഇനി ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് കമ്പനി ബോർഡ് എൽജിഎസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡിഗ്രി PG അതിന് എത്ര മേലെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് പ്രിലിംസ് നമ്മൾ കണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുക, പ്രിലിംസ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾ കണ്ടിരിക്കുക. പക്ഷെ പ്രിലിംസിന് വേണ്ടി പഠിക്കാണ്ട് മെയിൻസിന് വേണ്ടി പഠിക്കാം. എന്നാലേ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രിലിംസ് കഴിഞ്ഞിട്ട് 2 മാസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ മെയിൻസിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അത്ര ഗ്യാപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയണത്, പഠിക്കുമ്പോൾ മെയിൻസിന് വേണ്ടി പഠിക്കുക. ഒരിക്കലും പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത്. പക്ഷെ മെയിൻസിന് സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ ടൈമും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മെയിൻസിന്റെ ടോപ്പിക് എടുത്തിട്ട് വേണം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ വേണ്ടി. സിലബസ് എന്തായാലും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ കമ്പനി ബോർഡ് LGSന് മെയിൻസിന്റെ സിലബസ് വേണം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്നായിരിക്കും ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടാകും. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ടൈം ടേബിൾ ഇട്ട് പഠിക്കാന്ന് പറഞ്ഞു. ഒരാഴ്ച നമ്മൾ പഠിച്ചതിന് ശേഷം ഞാനൊരു എന്താ പറയുക, ക്വസ്റ്റ്യൻ ഞാൻ പറയും, നിങ്ങൾ ഉത്തരം പറയുന്ന പോലെ ലൈവ് ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പോലെ നമ്മൾ എന്താണോ പഠിച്ചത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടായിരിക്കും, അത് കോച്ചിങ്ങിൽ നിന്ന് തരണമെന്നായിരിക്കില്ല, ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ലൈവിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന് ആൻസർ പറയാം, എങ്ങനെ മനസ്സിലാക്കാൻ ചെയ്യാം, ലൈവിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടിയ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി കമ്പനി ബോർഡ് LGS ആയിരിക്കും. അതിന്റെ ഇടയിൽ ഏതൊക്കെ എക്സാം വരുന്നു നമുക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്യുക, ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ അപ്ലൈ ചെയ്യാം. കമ്പനി ബോർഡ് LGS എനിക്ക് തോന്നുന്നു നവംബർ ലാസ്റ്റ്, ഡിസംബർ ആ ഒരു ടൈമിലായിരിക്കും വരിക. ഇല്ലെങ്കിൽ ജനുവരി 1, എന്തായാലും ജനുവരിന്റെ ഉള്ളിൽ വരും. ഓക്കെ. അപ്പൊ അത്രയും നേരം എന്താ പറയുക, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കരുത്, സമയം ഉണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ചടപടേന്നായിരിക്കും. എക്സാം ലിസ്റ്റ്, കാര്യങ്ങൾ, പ്രിലിംസ്, മെയിൻസ് എല്ലാം പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എന്താ പറയാ, സിലബസ് ബേസ് ചെയ്തിട്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി, നിങ്ങൾക്ക് എന്റെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇടാം, ടൈം ടേബിൾ നിങ്ങൾക്ക് സ്വയം ഇട്ട് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠനം മുന്നോട്ട് പോകും. മാക്സിമം സമയം കിട്ടുന്ന അത്ര നിങ്ങൾ പഠിക്കുക. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ എക്സാം സമയത്ത് ഒരു കുന്നുപോലെ കിടക്കും, അത് ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അതുപോലെ അരമണിക്കൂർ മലയാളം ഇംഗ്ലീഷിന് മാറ്റി വെക്കുക. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുക. അത് ടെലിഗ്രാമിലൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഫോളോ ചെയ്തിട്ട് എഴുതി എടുക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അങ്ങനെയൊക്കെ എഴുതിയെടുത്ത് മാസം 2024 തൊട്ടുള്ള ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുപോലെ 2025 ജനുവരി തൊട്ടുള്ള, അങ്ങനെയൊക്കെ PDF ആക്കിയിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡെയിലി ഉള്ളതും എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇനിയിപ്പോ കുറച്ച് ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാം. എൻ്റെ ഇത് റെക്കോർഡറൊക്കെ ശരിയായിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോ എടുക്കണം. ഓക്കെ. ഇതൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ജോയിൻ ചെയ്യാം കേട്ടോ. ആദ്യം മെമ്പർഷിപ്പ് എടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. മെമ്പേഴ്സ് ഓൺലി ടെലിഗ്രാം ചാനലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഞാൻ നോട്ടൊക്കെ ഇടുന്നതായിരിക്കും. നമുക്ക് എന്താ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.